യെസ്. ഗൗതം, നമുക്ക് ഇനി കൊല്ലത്തേക്കൊന്ന് പോകാം അല്ലേ? ഇരവിപുരം അല്ലേ? അതെ. യെസ്. ഇത്തവണ കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലത്തിൽ BDJSനെ പ്രതിനിധീകരിച്ച് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സജി ഡി ആനന്ദ്. കനത്ത ചൂടിലും പ്രചാരണ വേഗത്തിൽ തുടരുകയാണ് സ്ഥാനാർത്ഥി. ഇടത് വലത് മുന്നണികളുടെ കാപ്പട്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് സജി ഡി ആനന്ദ് ജനം ടിവിയോട് പറഞ്ഞു. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഇരവിപുരത്തെ NDA സ്ഥാനാർത്ഥി സജി ഡി ആനന്ദ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചരണം? വലിയ ചൂടൊക്കെയാണ്, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ വേഗത്തിൽ പോവുകയാണ്. ചൂടിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നത്, വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടൊന്നും ഒരു പ്രശ്നമല്ല. ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ മുന്നോട്ട് പോവുകയാണ്. വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ വിജയത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി തന്നെയാണ് എൻ്റെ ശ്രമം. അതുകൊണ്ട് കപട രാഷ്ട്രീയത്തെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുക, അത് തുറന്നു കാട്ടി മുന്നോട്ട് പോവുക, അതുവഴി വിജയം കൈവരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇരവിപുരം വലുതായി ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടെയാണ്. കാരണം RSPയുടെ സ്ഥാനാർത്ഥിയും ആ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും പിന്നീട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. എന്തായാലും നേരത്തെ RSP രാഷ്ട്രീയത്തിലായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നും ഈ NDA സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് വെച്ചാൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പരസ്പര ധാരണയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് ഇവിടെ നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന സമീപനം RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സ്വീകരിക്കുകയും അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, ഈ മണ്ഡലത്തിൻ്റെ യാതൊരു കോണും ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തു. അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നൗഷാദിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നൗഷാദിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ സഹായകരമായ സമീപനം സ്വീകരിക്കുമ്പോൾ നൗഷാദ് ഷിബു ബേബി ജോണിനെ വിജയിപ്പിക്കാൻ അവിടെ സഹായിക്കുമെന്നുള്ളതാണ് അവരുടെ കരാർ. അതിനകത്ത് മീഡിയേറ്റർമാരായിട്ട് പലരുമുണ്ട്. ഈ കച്ചവടം നടന്നത് ദുബൈയിൽ വെച്ചാണ്. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ, മൂന്നാമതൊരു മുന്നണി എന്നുള്ള നിലയിൽ NDAയുടെ ഭാഗമായി ഇവിടെ മത്സരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ ഈ കാപഠ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വിജയം ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അതിന് എല്ലാ വോട്ടർമാരെയും പരമാവധി നേരിട്ട് കാണാനും അവരോട് കാര്യങ്ങൾ പറയാനും ഈ നാടിൻ്റെ നാനാ കോണിലുള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ്. രണ്ട് മുന്നണിയുടെയും തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് വോട്ട് പിടിക്കുന്നത്. അങ്ങനെ വോട്ട് പിടിച്ച് വിജയം കുറിക്കുക എന്നുള്ളതാണ്, ഇവിടെ NDA വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. തീർച്ചയായും ഈ തുടർച്ചയായി ഇവിടെ വിജയിച്ച് വരുന്നവരൊക്കെ ഈ ഇരവിപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വികസനം എന്നത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിയിട്ടില്ല. അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പോലും പലയിടങ്ങളിലും ഒന്നും കാണാനില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ സുനാമി ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. സുനാമി ഫ്ലാറ്റുകളിലുള്ള ദുരിതം 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് ഇവിടെ 10 വർഷമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അദ്ദേഹത്തിന് ഈ സുനാമി ഫ്ലാറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഓരോ ഫ്ലാറ്റ് സമുച്ചയവും അവരുപയോഗിക്കുന്ന ലാറ്റിൻ അവരുടെ വിസർജ്യം കൊണ്ട് നിമിഷ നേരം കൊണ്ട് നിറയുന്നത് മാറ്റുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ കിടന്ന് പരക്കം പായുകയാണ്. ദുരിതം എന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരമായി ഈ കോളനികൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. 10 വർഷക്കാലം കിട്ടിയിട്ട് പരിഹരിക്കാത്ത ആളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കൊല്ലത്ത് MLA ആയിരുന്ന മുകേഷിൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയുള്ള റോഡ്, ആ റോഡിലൂടെ ആർക്കും സഞ്ചരിക്കാൻ കഴിയില്ല, ദുരിതപൂർണ്ണമാണ്. അത് MLA നൗഷാദിൻ്റെ റോഡാണ്. ആ റോഡിൻ്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്, മുന്നോട്ട് പോവുകയായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു കാര്യം, വികസനം എന്ന് പറയുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം 6 വർഷക്കാലം നീട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് വാങ്ങുന്നതിന് വേണ്ടി വർഷങ്ങളോളം ജനങ്ങൾ ദുരിതം അനുഭവിക്കട്ടെ, എനിക്കതിൻ്റെ നേട്ടം കിട്ടിയാൽ മതി എന്ന് തീരുമാനിച്ച ഒരു ജനപ്രതിനിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആ ജനപ്രതിനിധിയുടെ കാപഠ്യത്തെ ജനങ്ങൾ മധ്യത്തിൽ തുറന്നു കാട്ടും. അത് തീർച്ചയായിട്ടും തുറന്നു കാട്ടി മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഡീൽ, ഈ പരസ്പരമുള്ള ഡീൽ, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് UDFും LDFും നടത്തുന്ന ഡീൽ, ആ നേതാക്കന്മാർ തമ്മിലുള്ള രഹസ്യ സൗഹൃദവും രഹസ്യമായിട്ടുള്ള എല്ലാ ബാന്ധവവും ജനങ്ങളുടെ മധ്യത്തിൽ തുറന്നു കാട്ടും. അങ്ങനെ തുറന്നു കാട്ടിയാൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു അവസരം ജനങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു മാറ്റം വരും. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം സാധ്യമാക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ NDAയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മറ്റൊരു മുന്നണിയിൽ നിന്നും ഇങ്ങോട്ട് വന്നുവെങ്കിലും നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ഒട്ടേറെ റോഡുകൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ വികസന പ്രവർത്തനം അല്ലെങ്കിൽ റോഡിൻ്റെ നിർമ്മാണം, ആ ഫണ്ട് നരേന്ദ്രമോദി കൊടുത്തു തന്നെയല്ലേ?
നഗര വികസനവുമായി ബന്ധപ്പെട്ട്? ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഈ എടക്കുന്നത്തുമുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാങ്കടവ് പദ്ധതി നടപ്പാവണം. അതിനു വേണ്ടിയിട്ട് വസൂരിച്ചിറയിൽ, കല്ലടയാറ്റിൽ നിന്നും കൊണ്ടുവരുന്ന ജലം വസൂരിച്ചിറയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ച് അവിടെ ശുദ്ധീകരിച്ച് അത് ഈ നാട്ടിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണ്, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടല്ലേ. അപ്പോൾ ആ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നേട്ടങ്ങളെല്ലാം ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇരു മുന്നണികളും നടത്തുന്നത്. ഇത് ജനമധ്യത്തിൽ തുറന്നു കാട്ടും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇത് നമ്മൾ കാണുന്നത് ഈ നാടിൻ്റെ വികസനം എങ്ങനെയാണ്, അതിന് ഫണ്ട് എവിടെ നിന്ന് വരുന്നു, അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നു. ഈ റേഷൻ കടയിലൂടെ അരി എങ്ങനെ കിട്ടുന്നു, ആ അരി കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്, അത് ഞങ്ങളാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇരു മുന്നണികളാണ് ഇരുപക്ഷത്തുമായി നിൽക്കുന്നത്. ഈ സത്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായും. എന്തായാലും ഇരവിപുരം മണ്ഡലത്തെ BDJSൻ്റെ പ്രതിനിധിയാണ് NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ ഈ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഇരു മുന്നണികളുടെയും ഈ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ പൊള്ളയാണ് എന്നുള്ളത് തുറന്നു കാട്ടുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും അദ്ദേഹം ഈ ഇലക്ഷൻ പ്രചരണത്തിൽ അങ്ങനെ തന്നെ വേഗത്തിൽ ഓടിയെത്തുകയാണ്. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം. NDAയുടെ സഖ്യകക്ഷിയാണ് BDJS 2020. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ NDA അതിശക്തമായ വിപുലീകരണം നടത്തിയതിന് ശേഷമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിനാൽ സഖ്യകക്ഷികളെല്ലാം വളരെ ഊർജ്ജസ്വലമായി പ്രചരണ രംഗത്ത് സജീവമാണ്. അവിടെയാണ് ഇടത് വലത് മുന്നണികൾ വ്യത്യസ്തമാകുന്നത്. അതായത് അവർ ഇത്തവണ ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എമ്മിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം വരെ അവർ ആർക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയുണ്ടായിരുന്നില്ല. അതെ അതെ, തലേ ദിവസം വരെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് തലേ ദിവസം വരെ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ ചർച്ചയായിരുന്നു ഞങ്ങൾ ആർക്കൊപ്പം പോകണം എന്നുള്ളത്. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലേ, ആരെ വിജയിപ്പിക്കണം, അത്തരക്കാരാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്.